പിന്നെ നമുക്ക് ഇതിന് പ്രിവെൻഷനായിട്ട് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. പലപ്പോഴും യങ്സ്റ്റേഴ്സിൽ പ്രശ്നം വരുന്നതിട്ട് ഈ ഫാറ്റ് ഡയറ്റ്സ് ഉണ്ടല്ലോ, അതായത് കുറച്ചാൾ ഞാൻ മെലിയാൻ വേണ്ടി ഒന്നും കഴിക്കില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിക്കും, അപ്പോൾ വീണ്ടും വണ്ണം വയ്ക്കും, വീണ്ടും മെലിയും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് നല്ലതല്ല. നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മുടെ ശരീരത്തിന് മനസ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്ത് അതിനോടുകൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ അതിൽ മെറ്റബോളിക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേറെ നമ്മുടെ പ്രായം ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആവശ്യത്തിന് ഉറങ്ങുക. അപ്പോൾ രാത്രി നമുക്ക് ഈ നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ കാണുന്ന ഒരു പരിപാടി, നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല കേട്ടോ, ഏത് OTT ആണെങ്കിലും ശരി, ഈവൻ യൂട്യൂബ് ആണെങ്കിൽ പോലും നമുക്ക് രാത്രി ഇരുന്ന് കാണുന്നൊരു ശീലമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വേറൊരു ടൈമിലേക്ക് അലോട്ട് ചെയ്യുക. ഒരു വീക്കെൻഡ് ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം ഈ രാത്രി ഉറക്കമുളയ്ക്കുന്നത് നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം അത് നമ്മളെ ഒത്തിരി പ്രതിസന്ധിയിലേക്കാക്കും, നമ്മുടെ കോശങ്ങളെ, നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ, നമ്മുടെ ഏജും കൂട്ടും പെട്ടെന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. കാരണം അതായിരിക്കും ഏറ്റവും നമ്മുടെ ശരീരത്തിനെ അലട്ടുന്നൊരു പ്രശ്നം. പ്രത്യേകിച്ചും പ്രീ ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർ, തൈറോയിഡിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ, ഇവർക്കെല്ലാവർക്കും ആ ഒരു അണ്ടർലൈൻ പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ മാത്രമേ ഈ ക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും എന്താ വരുന്നത്, കുറേ കാലമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുന്നു. നമ്മളൊരു റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിയുന്ന നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരു പ്രശ്നം വന്നാൽ നമുക്കത് പരിഹരിക്കാനും സാധിക്കും.